എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വേണു സാർ അതൊന്നും പറയണ്ട. ഞങ്ങൾക്കും മക്കളൊക്കെ ഉണ്ട് വിജയ് സാറേ. ഞങ്ങളുടെ സ്വന്തം ചോരയിലുണ്ടായതാ, ദത്തെടുത്തതൊന്നുമല്ല. ദത്തെടുത്താൽ എന്താ കുഴപ്പം? ലോകത്താരും അങ്ങനെ ചെയ്യുന്നില്ലേ? ദത്തെടുത്ത കുട്ടിയെ സ്നേഹിക്കാൻ പാടില്ലേ? അതെവിടത്തെ നിയമ? വിജയ് സാർ ചൂടാവാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്ത് പരിധി? എടോ, തൻ്റെ ചോരയിൽ ഉണ്ടായെന്ന് താൻ പറയുന്ന തൻ്റെ കുട്ടിയെ താൻ സ്നേഹിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ഞാൻ എൻ്റെ ജാനിക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അതിന് ആർക്കാ പരാതി? ഇവിടെ ആർക്കും പരാതിയില്ല വിജയ് സാറേ. നിങ്ങൾ സ്നേഹിച്ചോ, ഓഫീസ് വർക്കിനെ അത് ബാധിക്കരുത്. നിങ്ങളുടെ ഈ അമിത ലാളനയും സ്നേഹവും കാരണം പലപ്പോഴും നിങ്ങളുടെ ജോലിയും കൂടി ഞങ്ങളാ ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ ചെയ്യണ്ട, അവിടെ ഇട്ടേക്ക്. ഇവിടെ വരുന്ന നാട്ടുകാരോട് സമാധാനം പറയണ്ടേ? എനിക്കറിയാം നിങ്ങളുടെ സൂക്കേട്. ഞാനൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് അന്ന് മുതൽ കേൾക്കുന്നതാ നിങ്ങളുടെ ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിഹാസം. എൻ്റെ വിജയ് സാറേ, ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. ഞങ്ങൾ മക്കളെ വളർത്തുന്നുണ്ട്, മറ്റുള്ളവർ വളർത്തുന്നത് കാണുന്നുമുണ്ട്. വല്ലവൻ്റെയും കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് വന്നിട്ട് വിജയ് സാർ ഓരോ വിഡ്ഢിവേഷം കെട്ടുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരും. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഭാര സാറേ, ചില മനുഷ്യരുണ്ട്, മറ്റുള്ളവരുടെ വേദനയും വിഷമവും പോരായ്മയൊക്കെ കാണുമ്പോൾ അവർ ചിരിക്കും, കുത്തുവാക്ക് പറയും, പരിഹസിക്കും. അതൊരു രോഗ, മനസ്സാക്ഷി ഇല്ലാത്തതുകൊണ്ടുണ്ടാവുന്ന രോഗം. നിങ്ങളിരുന്ന് ചിരിക്കേ. അവക്ക് മക്കളുണ്ടാകാഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ കൊണ്ട് അവളുടെ അനുജത്തിയെ കല്യാണം കഴിപ്പിക്കാനിരുന്നതല്ലേ. രത്നമ്മ ടീച്ചറിന് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്നോ? ആണെന്നേ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം വർഷം 10 ഓ, ഇനിയിപ്പം നോക്കിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഇവിടുത്തെ മോളോ, ജാനിക്കുട്ടി? അതിന്റെ കഥയൊന്നും പറയാതിരിക്കാ ഭേദം. ദത്തെടുത്തതാ. ദത്തെടുത്തെന്നോ? ആന്ന്. എവിടുന്ന് ദത്തെടുത്തു? ആർക്കറിയാം. ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് അവിടെ കട്ടിലേൽ ഒരു കൊച്ചു കിടക്കുന്നു. ഇപ്പൊ കൊല്ലം 2 ചേച്ചി ചോദിച്ചില്ലേ? ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ കൊറേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. ആര് കേക്കാനാ? അയ്യോ കഷ്ടം. കണ്ടാ തോന്നില്ല കേട്ടോ. രത്നമ്മ ടീച്ചർ ആ കുട്ടിയെ എത്ര കാര്യമായിട്ടാ കൊണ്ടു നടക്കുന്നേ. സ്വന്തം മക്കളുള്ളവർ പോലും അത്രയും നോക്കില്ലെന്ന് തോന്നുവാ. ഓ, സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ചുമ്മാ മനുഷ്യരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രസവിച്ച മക്കളോട് കാണിക്കാത്ത പോലെ ഒരു സ്നേഹം എങ്ങനെയുണ്ടാകാനാ? ഇല്ലാത്തതുണ്ടാക്കി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അഭിനയിക്കണം. അതിന് അവളെ കവച്ചു വെക്കാൻ വേറെ ആരുമില്ല. അപ്പോ ഈ വീടിന് സ്വത്തിനും ഒന്നും അവകാശങ്ങളില്ല? ഇല്ലാന്നൊന്നും പറയണ്ട. എനിക്ക് പെമ്മക്കളുണ്ട്, അവർക്ക് കുട്ടികളും ഉണ്ട്. ഞാൻ അവർക്ക് കൊടുക്കും. വീടും സ്ഥലവും എല്ലാം കൂടെ കുറെ ഉണ്ടല്ലോ. പണ്ട് 23 ഏക്കറായിരുന്നു. നിലവും പുരയിടവും തെങ്ങുന്നോപ്പും നെൽകൃഷിയും കൊയ്ത്തും മെതിയും. അതൊരു കാലം. ഇപ്പം വെറും 1.5 ഏക്കറേ ഉള്ളൂ. എന്റെ കെട്ടിയവനുണ്ടായിരുന്ന കാലത്ത് കേസ് കളിച്ച് കളഞ്ഞതല്ല. ഇത്രയെങ്കിലും ഉണ്ടല്ലോ. അമ്മേ, ദേ കൃഷ്ണ ചേച്ചി. എപ്പോഴാ വന്നേ? കൊറേ നേരമായി. ഇന്ന് വാ, നേരി സൂത്രം കാണിച്ചു തരാം. സ്കൂൾ ടീച്ചറായില്ലേ? അതെ, എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളിതാ ഈ മതിലിന്റെ അപ്പുറത്തെ വീട്ടിൽ പുതുതായിട്ട് താമസത്തിന് വന്നോരാ. എന്റെ പേര് ലളിത. ഇതെന്റെ മോന്റെ വൈഫാ. ഇവളുടെ മോളാ അത്, തൃഷ്ണ. ഒരു കുട്ടിയും കൂടെ ഉണ്ട്, സ്കൂളിൽ പോയിരിക്കുവാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. തൃഷ്ണ ഇവിടെ ജാനകിയുടെ കൂടെ കളിക്കാൻ വരാറുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ മുറ്റം ഉണ്ടല്ലോ. അവൾക്ക് വലിയ ഇഷ്ടമാ ജാനകിയുടെ കൂടെ കളിക്കാൻ. ഇപ്പൊ ഇവിടെ വസുമതി അമ്മ ഒരു ദിവസം അവിടെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അന്നേരം മുതൽ വിചാരിക്കുന്നത് എവിടെ ഒന്ന് വരണമെന്ന്. ഇന്നാ സമയം ഒത്തത്. ഞങ്ങള് വീടൊക്കെ കണ്ടു. പഴയ തറവാടല്ലേ? അതെ. ടീച്ചറുടെ ഹസ്ബൻഡിന് വില്ലേജിലെ ജോലിയല്ലേ? അതെ. സ്കൂട്ടറിൽ പോകുകയും വരുകയും ചെയ്യുന്നത് കാണാറുണ്ട്. എന്റെ മോനങ്ങ് ഗൾഫിലാ. ഓ, അത് ശരി. ഗൾഫിൽ എവിടെയാ? അബുദാബി. ഒറ്റ മോളേ ഉള്ളൂ അല്ലേ?
അതെ. എന്റെ മോന് 2 മക്കളാ. അതെന്താ പിന്നെ വേണ്ടാന്ന് വെച്ചതാണോ? അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. രത്നമ്മ ടീച്ചറിന് കുട്ടികളുണ്ടാവത്തില്ലേ? ആര് പറഞ്ഞു ഉണ്ടാവില്ലെന്ന്? എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ പിന്നെ എന്റെ മോളോ? ഇത് സ്വന്തം മോളൊന്നും അല്ലല്ലോ, ദത്തെടുത്തതല്ലേ? വസുമതി അമ്മ ഞങ്ങളോട് എല്ലാം പറഞ്ഞു. ഈ നിൽക്കുന്ന കുട്ടി നിങ്ങളുടെ മകന്റേതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതെന്റെ മോന്റെ DNA ടെസ്റ്റ് ഒന്നും നടത്തി നോക്കിയിട്ടില്ലല്ലോ. ആദ്യം പോയി അതിന്റെ റിസൾട്ട് എടുത്തോണ്ട് വാ, എന്നിട്ട് സംസാരിക്കാം. പരിചയപ്പെടാൻ ഇറങ്ങിയിരിക്കുന്നു. മര്യാദ മനുഷ്യപ്പറ്റില്ലാത്ത. ഇവിടെ ഇട്ടാ മതി. എനിക്ക് നക്കി തിന്നാനാ. പാലിലിട്ട് കുടിക്കുന്നതല്ലേ ചക്കര നല്ലത്? അതും കുടിക്കാം. ഇച്ചിരി മതി അമ്മ. കള്ളി കൊതിച്ചി. കൈ നിവർത്തി പിടിച്ചേ. നല്ലതാണോ? അമ്മയ്ക്കും വേണോ? അമ്മ കുഞ്ഞായിരുന്നപ്പോഴേ കൊറേ തിന്നതാ. അമ്മ കുഞ്ഞായിരുന്നോ? പിന്നല്ലേ, എന്റെ അത്രയും ഇതിനേക്കാളും കുഞ്ഞായിരുന്നു. ഷോ, എനിക്ക് കാണണമായിരുന്നു. ഇനി അമ്മ കുഞ്ഞാവോ? ഇനി രക്ഷയില്ലട ചക്കരെ. അമ്മേ, ആരമ്മ എന്നെ ദത്തെടുത്തേ? ദത്തെടുത്തെന്നോ? ആ, ആര് പറഞ്ഞു മോളോട് ദത്തെടുത്തുന്ന്? ആന്റി പറഞ്ഞല്ലോ. ഏതാന്റി? നമ്മൾ വന്നപ്പോ കണ്ടില്ലേ? ആന്റി അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു, ഞാൻ കേട്ടല്ലോ. ആണോ അമ്മേ? ദത്തെടുത്തെന്ന് പറഞ്ഞ അതെന്താണെന്ന് വെച്ചാ? എന്താ അമ്മേ? മോളെ, അച്ഛനിങ്ങനെ 2 കൈ കൊണ്ടും എടുത്തു വെക്കി തോളയിൽ വെക്കില്ലേ? ആ, ആ, അങ്ങനെ എടുത്തു വെക്കുന്നതിനാ ദത്തെടുക്കാന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ആ, മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. അമ്മേ, അന്നേരം അമ്മ എന്തിനാ ആന്റിയെ വഴക്ക് പറഞ്ഞേ? അതോ, അത് പിന്നെ അച്ഛൻ എന്റെ മോളെ എടുത്ത് തോളിൽ ഇങ്ങനെ വെച്ചോണ്ട് നടക്കുന്നതേ എന്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ആ, ആ, അതിനാരും കുറ്റം പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ.
അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരോട് പറഞ്ഞോ എനിക്ക് മക്കളുണ്ടാവില്ലെന്ന്? ആ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജാനിക്കുട്ടി ഞങ്ങളുടെ ദത്തുപുത്രിയാണെന്ന് പറഞ്ഞോ? അങ്ങനെയും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? മക്കളില്ലാത്ത സങ്കടം തീർക്കാൻ നിങ്ങളൊരു കൊച്ചിനെ എടുത്തു വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു കാണും. ഓ, എത്ര നിഷ്കളങ്കമായ ഉത്തരം. ഓ, അതിനിപ്പോ എന്തോ പറ്റിയടി? ഞാനുള്ള സത്യമല്ലേ പറഞ്ഞോളൂ. അമ്മയോട് ആരെങ്കിലും ചോദിച്ചോ സത്യം എന്താണെന്ന്? അവര് പുതിയ താമസക്കാരല്ലേ, ഞങ്ങള് പരിചയപ്പെട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ഇതും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്താ കള്ളം പറയണമായിരുന്നോ? ജാനിക്കുട്ടി എന്റെ മോളാണോ അല്ലയോ എന്ന് അവർക്കറിയില്ലായിരുന്നല്ലോ. അമ്മ പ്രത്യേകം പറഞ്ഞ് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നോ? അതിനിപ്പോ എന്തോ പറ്റിയടി? അവര് നിന്റെ ദത്തുപുത്രയെ പിടിച്ചു പറിച്ചോണ്ട് പോവോ? അമ്മയ്ക്ക് അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നാ ഞാൻ ചോദിക്കുന്നേ. എനിക്ക് അവരോട് അങ്ങനെ പറയണമെന്ന് തോന്നി പറഞ്ഞു. അതിനിപ്പോ എന്തോ വേണം? നീ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുവോ? അമ്മയ്ക്ക് ഒരു മൈക്ക് വാടകയ്ക്കെടുത്ത് നാട് നില അനൗൺസ് ചെയ്തോണ്ട് നടക്കരുതായിരുന്നോ? അതെ, ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. അല്ലെങ്കിൽ തന്നെ ആർക്കടി അറിയാൻ മേലാത്ത നീ ഒരു ദത്തുപുത്രയെ വളർത്തുന്നുണ്ടെന്നുള്ള കാര്യം എന്തായാലും ആ പുതിയ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. അവരറിഞ്ഞാൽ എന്താ? നിന്നെ ഹിംസിക്കാൻ വന്നോ അവര്? എന്നോട് ആ സ്ത്രീ ചോദിച്ചു. അതിനുള്ള മറുപടി ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ആയുസിലൊരിക്കലും അവരങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കില്ല. നീ അത്ര കിളകാനൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാർ പറഞ്ഞ അവര് വിവരം അറിയും. അങ്ങനെ അറിഞ്ഞോട്ടെ, അമ്മ പറഞ്ഞ് അറിയിക്കണായിരുന്നോ? അതൊരു വല്ലാത്ത സൂക്കേടല്ലേ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ ആട്ടി ഇറക്കും ഞാൻ. എന്റെ വീടാ ഇതേ. ഇവിടെ ഞാൻ പറയുന്നത് അവസാന വാക്ക്. എന്നാ അമ്മയോട് ഞാനും ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ താമസം മാറ്റും 1 മാസത്തിനകം. പിന്നെ നീയല്ലേ തീരുമാനിക്കുന്നേ? എന്റെ മകനുള്ള വീടാ ഇത്. എന്റെ വാക്ക് കേൾക്കാതെ അവൻ ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ കാണിച്ചു തരാം. അമ്മ എപ്പോഴും പറയുന്ന ഒരു മന്ത്രം ഉണ്ടല്ലോ, തലയണ മന്ത്രം. അതിനാണോ അമ്മയുടെ വാക്കിനും ഈ സ്വത്തിനുമാണോ ശക്തിയെന്ന് ഞാൻ തെളിയിച്ചു തരാം. നീ പോയി തെളിച്ചിട്ട് വാ, നമുക്ക് നോക്കാം. നോക്കാം. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ. അവനിങ്ങ് വരട്ടെ. ആഹാ, അത്രയ്ക്കായോ? മോള് ഉറങ്ങിക്കോ, രാത്രി ഒരുപാടായി. പാതിരായോ അമ്മേ? പാതിരായില്ല, ഇപ്പൊ തന്നെ ആവും. അതിനു മുമ്പേ ഉറങ്ങണം കൊച്ചുകുട്ടികള്. ഞാൻ കൊച്ചുകുട്ടിയല്ലല്ലോ, വലിയ കുട്ടിയല്ലേ. ഉറങ്ങും മോളെ, നാളെ രാവിലെ എണീക്കണ്ടേ? അച്ഛനും കൂടെ വരട്ടെ അമ്മേ. അച്ഛൻ വരാൻ വൈകും. അമ്മേ പ്ലീസ്. പ്ലീസോ? ഇതൊക്കെ ആര് പഠിപ്പിച്ചു? UKG-ലെ മിസ് പഠിപ്പിച്ചതാ. എന്നാലേ എന്റെ മോൾ ഉറങ്ങിക്കോ പ്ലീസ് മോളു. പ്ലീസോ? അമ്മ ആര് പഠിപ്പിച്ചു? അമ്മയെ അച്ഛൻ പഠിപ്പിച്ചതാ, മനസ്സിലായോ? ഉറങ്ങട്ടെ ചക്കരെ, അമ്മയുടെ പൊന്നല്ലേ. ഉറക്കം വരുന്നില്ല അമ്മേ. കണ്ണടച്ചു കിടന്നോ, അന്നേരം താനെ ഉറക്കം വരും. ഏതിലെയാ ഉറക്കം വരുന്നേ? കണ്ണടച്ചോ. ഇതിലേ 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 ഒന്ന്, ഇതിലേ 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 ഇതിലേ. മോളുറങ്ങിയോ? തീർന്നോ അമ്മയുടെ വിചാരണയും പരാതിയല്ല? 1.5 മണിക്കൂറായല്ലോ തുടങ്ങിയിട്ട്. അമ്മയും മോനും കൂടി മുറിയടച്ചോണ്ടുള്ള വർത്തമാനം. അമ്മയുടെ പരാതിയും പരുവമൊക്കെ എന്നോടല്ലടി പറയാൻ പറ്റൂ. അമ്മ പ്രസവിച്ചു വളർത്തിയ മോനല്ലേ ഞാനല്ലാതെ പിന്നെ വേറെ ആരുണ്ട് അമ്മയുടെ പരാതിയാക്കാൻ? എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? നീ അമ്മ വെല്ലുവിളിച്ചോ? വെല്ലുവിളിച്ചതല്ല, ഞാൻ അമ്മയുടെ അടുത്ത് കാര്യം തുറന്നു പറഞ്ഞു. ഇവിടെ നിന്ന് 1 മാസത്തിനകം താമസം മാറ്റുമെന്ന്. വേണം വിജയേട്ടാ, ഇനി ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല. അമ്മ നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക ജാനിക്കുട്ടിയെ നമ്മളെ ദത്തെടുത്താന്ന്. അതിനിപ്പോ എന്താ?
ഇവിടെ എല്ലാവർക്കും അറിയാലോ. അറിയാത്ത ഒരാളുണ്ടായിരുന്നു, ആരാ? നമ്മുടെ മോള്. അവളുടെ കുഞ്ഞു മനസ്സിൽ നമ്മളായിരുന്നു അവളുടെ അച്ഛനും അമ്മയും. അല്ലെന്നാരെങ്കിലും പറഞ്ഞോ? ഇവിടെ താമസിച്ച ആരെങ്കിലും പറയും. അമ്മ തന്നെ അവളുടെ ചെവി പറഞ്ഞു കൊടുക്കും. ഏയ്, അമ്മ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നേ. വിജയേട്ടൻ കണ്ണടച്ചോണ്ട് എല്ലാരും വിശ്വസിച്ചോണ്ടിരുന്നോ? ഇന്ന് മോൾ എന്നോട് ചോദിച്ചു അവളെ ദത്തെടുത്താണോന്ന്. അങ്ങനെ ചോദിച്ചോ? ചോദിച്ചു വിജയേട്ടാ. അതെങ്ങനെ അവളറിഞ്ഞു ദത്തെടുത്തു എന്നൊക്കെ? അവളുടെ ബുദ്ധിക്ക് വഴങ്ങുന്ന വാക്കല്ലല്ലോ അത്. അവളുടെ മുന്നിൽ വെച്ച അപ്പുറത്തെ വീട്ടിലെ ആ പുതിയ താമസക്കാരി സ്ത്രീ എന്നോട് ചോദിച്ചത് ജാനിക്കുട്ടിയെ ദത്തെടുത്തല്ലേന്ന്. ഓ, അത് ശരി. ഇവർക്കൊന്നും ഒരു സാമാന്യ മര്യാദയില്ലേ? മോള് കുഞ്ഞായതുകൊണ്ട് അവൾക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ അവൾക്കത് വിശദീകരിച്ചു കൊടുക്കാനോ ആളുണ്ടായെന്ന് വരും, ഇവിടെ തന്നെ താമസിച്ച. അപ്പൊ അവള് മനസ്സിലാക്കും നമ്മൾ അവളുടെ അച്ഛനും അമ്മയും അല്ലാന്ന്. സ്വന്തം അച്ഛനും അമ്മയും അവൾ അന്വേഷിച്ചു തുടങ്ങും. അവള് നമുക്കിപ്പോ തരുന്ന സ്നേഹം ഇല്ലാതാവും. നമ്മള് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ വിജയേട്ടാ? എന്താ ഇതിനൊരു പ്രതിവിധി? പ്രതിവിധി ഒന്നേ ഉള്ളൂ, ഇവിടുന്ന് താമസം മാറ്റുക. മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി വാടക വീടെടുത്ത് താമസിക്കുക. അവിടെയുള്ളവർക്ക് അറിയില്ലല്ലോ ഇവള് നമ്മുടെ മോളാണോ അല്ലയോ എന്ന്. നമ്മുടെ വീട്ടുകാരെ അങ്ങോട്ട് അധികം അടുപ്പിക്കണ്ട. സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കണമെന്ന് ആര് പറഞ്ഞു? വലിയ സമ്പർക്കത്തിനൊന്നും പോവാതിരുന്നാ മതി. നമുക്ക് നമ്മുടെ കാര്യം, നമ്മുടെ മോള്, നമ്മുടെ ജീവിതം, അത്രയും മതി. ഒരു കാര്യമില്ലാതെ വീട് വിട്ട് വാടക വീട്ടിലേക്ക് മാറാന്ന് വെച്ചാ വിജയേട്ടനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്ക്. ഇപ്പൊ അതിന്റെ സമയം എടുത്തല്ലോ. എനിക്ക് മാത്രം ട്രാൻസ്ഫർ കിട്ടിയിട്ട് എന്താ കാര്യം? നിനക്കും കിട്ടണ്ടേ? നമുക്ക് രണ്ടുപേർക്ക് ശ്രമിച്ചു നോക്കാം. ആദ്യം ആർക്ക് കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് താമസം മാറ്റാം. നമ്മുടെ മോള് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതല്ലല്ലോ വിജയേട്ട ഒന്നും. അങ്ങനെ ചെയ്യാം അല്ലേ? ചെയ്യാന്നല്ല, ഉടനെ തന്നെ ചെയ്യണം. അതിന് എത്ര പണം ചെലവായാലും വേണ്ടില്ല. എന്റെ ചന്ദ്രൻ, നിന്നെ എത്ര വിളി വിളിച്ചു? നിങ്ങൾ രണ്ടും കൂടി ഇത് എവിടെ പോയതാ? വല്ലപ്പോഴെങ്കിലും അവനവന്റെ പുരയിടത്തിലൊന്ന് ഇറങ്ങി നോക്കണ്ടേ അമ്മേ? എന്നിട്ട് കിട്ടിയല്ലോ 1 മാസത്തെ ചെലവിനുള്ള മേലാദായം. അമ്മ എന്തിനാ വിളിച്ചേ? വിജയനെ സ്ഥലം മാറ്റാണത്രേ. ആ, അമ്പലപ്പുഴന്ന് ചേർത്തലയ്ക്ക് മറ്റോ. ഓ, അതങ്ങനെ. സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരും. 3-4 വർഷത്തിൽ കൂടുതൽ ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. രത്നമ്മ എന്നോട് ചോദിച്ചു ചേർത്തലയിൽ ആരെങ്കിലും ചന്ദ്രേട്ടന് പരിചയമുണ്ടോന്ന്. എന്താ കാര്യം? അവിടെ എവിടെയെങ്കിലും ഒരു വാടക വീട് അന്വേഷിച്ച് വെക്കാവോന്ന്. എന്തിനാ വാടക വീട്? വിജയൻ അമ്പലപ്പുഴന്ന് ദിവസം പോയി വരാന്ന് ദൂരമല്ലേ ഉള്ളൂ. അവര് ചേർത്തലയ്ക്ക് താമസം മാറ്റാൻ പോണത്രേ. അതെന്തൊരു ഭ്രാന്താമ്മേ. രത്നമ്മയ്ക്ക് സ്ഥലം മാറ്റമൊന്നുമില്ലല്ലോ. അമ്പലപ്പുഴ സ്കൂളിൽ തന്നെയല്ലേ ജോലി? അതെയല്ലോ. ചേർത്തലയ്ക്ക് വാടക വീടെടുത്ത് മാറിയ രത്നമ്മ എന്ത് ചെയ്യും? ചേർത്തലയെന്ന് എന്നും അമ്പലപ്പുഴയ്ക്ക് പോയി വരൂ? അങ്ങനെ ആയിരിക്കും. ഞാനത് ചോദിച്ചില്ല, ഫോണങ്ങ് കട്ടായിപ്പോയി. ചേർത്തല വാടക വീട്ടിൽ നിന്ന് രത്നമ്മ എന്നും അമ്പലപ്പുഴയ്ക്ക് വന്ന് ജോലി ചെയ്തിട്ട് പോകുന്നതാണോ സൗകര്യം? അതോ വിജയൻ സ്വന്തം വീട്ടിൽ നിന്ന് ചേർത്തലയ്ക്ക് പോയിട്ട് വരുന്നതാണോ? ഏത് പൊട്ടനും ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്പലപ്പുഴ സ്വന്തം വീടുള്ളപ്പോ അവർക്ക് ചേർത്തല പോയി വാടക വീട് എടുക്കേണ്ട ആവശ്യം എന്താ? ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരം യാത്ര ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ അത് വിജയനായിക്കൂടെ? ആണുങ്ങൾക്ക് യാത്ര ചെയ്യുന്നതല്ലേ എളുപ്പം. വെറുതെ എന്തിനാ വീട്ടുപാട് കൊടുക്കുന്നേ? എടാ ചന്ദ്ര, എന്നാ നീ തന്നെ വിജയനെ വിളിച്ചൊന്ന് സംസാരിക്കേ. പിന്നെ എനിക്കതിനല്ലേ നേരം. ബുദ്ധിയില്ലാത്തവരല്ലല്ലോ രണ്ടുപേരും. അല്ലെങ്കിൽ തന്നെ അത് എന്തൊരു മോശോ. ആ തള്ളെ അമ്പലപ്പുഴ വീട്ടിൽ ഒറ്റക്കിട്ടിട്ട് പോവാന്ന് വെച്ചാ അവർക്കാരുണ്ട് തുണ? ഓ, അതൊരു തള്ളയൊന്നുമല്ല, ഒരു 3 എണ്ണത്തിന്റെ ഫലം ചെയ്യും.
അതിനെ കൊണ്ടും കൂടി പൊറുതിമുട്ടിയിട്ടാണത്രേ അമ്പലപ്പുഴയിൽ നിന്ന് ചേർത്തലേക്ക് പോകുന്നത്. അവരെന്തു പഴിച്ചു? വരുന്നവരോടും പോകുന്നവരോടും എപ്പോഴും പറയും ജാനിമോൾ ഇവിടുത്തെ കുട്ടിയല്ല, ദത്തെടുത്തതാണെന്ന്. രത്നമ്മയ്ക്ക് അത് കേൾക്കുമ്പോ കലി വരും. കള്ളൊന്നും അല്ലല്ലോ, സത്യമല്ലേ അവര് പറയുന്നത്. എന്തായാലും അമ്മ അവിടം വരെ ഒന്ന് പോ. രണ്ടുപേരെയും വിളിച്ച് ഉപദേശിക്ക്. ഒന്നാം തരം വീട് സ്വന്തമായിട്ടുള്ളപ്പോൾ ചുമ്മാ വാടക വീട്ടിലേക്ക് താമസം മാറി മണ്ടത്തരം കാണിക്കില്ലേന്ന് പറ. അമ്പലപ്പുഴയാണെങ്കിൽ ഒരു കൈ സഹായത്തിന് ആ തള്ളയുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കേൾക്കുവോ? അത് മാത്രമല്ല, രത്നമ്മ ആരാന്റെ കൊച്ചിനെ എടുത്ത് കൊഞ്ചിച്ചോണ്ട് നടക്കുന്ന കാണുമ്പം എനിക്ക് എന്റെ കാലിന്റെ പെരുവരൽ തൊട്ട് പെരുത്ത് കയറും. എന്നാ അമ്മ പോകണ്ട, അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പിന്നല്ലാതെ. അമ്മ എന്തിനാ ആദ്യം പിടിച്ച് ഓടി വന്നേ? അമ്മയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഒരു പണിയില്ലേ? ഓ, പ്രീതിയുണ്ടല്ലോ അല്ലേ സകല ജോലിയും ചെയ്യാൻ. എടി, നിങ്ങൾ ഇവിടുന്ന് വാടക വീട്ടിലേക്ക് മാറി താമസിക്കാൻ പോകുന്നെന്ന് കേട്ടാ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് ദൂരോട്ടൊന്നും അല്ല പോന്നേ, ചേർത്തല.